So next നമുക്ക് പഠിക്കാനുള്ളതാണ് transportation problem. Transportation problem is also a type of LPP. And ഇവിടെ as far as manufacturers concerned അല്ലെങ്കിൽ business ആയിക്കോട്ടെ അവർക്ക് അവരുടെ ആ goods and commodities they have to reach it from one point ഒരു particular point നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് say for A from A to B അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം ആ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് they will incur a particular cost. So, another situation, they will have to minimize their cost. Their objective is to minimize their transportation cost. അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഏറ്റവും കുറവ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻകർ ചെയ്യുക they will be keen to understand the same. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ in order to find the least transportation cost അല്ലെങ്കിൽ when the transportation cost is minimum അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉള്ളത്. So in case if we are given with a transportation problem, രണ്ട് stages ആയിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് അത് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ എന്നിരുന്നാലും വി കൻ ഗോ ഫോർ ഫർദർ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ആ സെക്കൻഡ് സ്റ്റേജ്. അതായത് പിന്നീട് നമ്മൾ ഈ ഇനീഷ്യൽ ബേസിക് സൊല്യൂഷൻ വെച്ചിട്ട് വി വിൽ ഗോ ഫോർ മോർ സക്സസീവ് ഇംപ്രൂവ്മെന്റ്സ് and then we will get one particular solution that is said to be an optimal solution. എന്തുകൊണ്ട് അതായത് ഇനി നമുക്ക് ഒരിക്കലും ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് റീച്ച്ഡ് ദിസ് മാക്സിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. സോ ഇങ്ങനെ രണ്ട് സ്റ്റേജസിലായിരിക്കും നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടാവുക. So there are several methods for solving the transportation problem. That is ഒരു particular problem ആണ് പല മെത്തേഡ് യൂസ് ചെയ്തിട്ട് അത് നമുക്ക് ഒരു ആ ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താം. അതായത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് or it is also known as NWCM method, lowest cost entry method or LCM or matrix or minima method, Vogel's approximation method that is VAM. So ഈ മൂന്ന് മെത്തേഡ് യൂസ് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ വി ഹാവ് ടു സീ വെദർ ഇറ്റ് ഇസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. ഓൺലി ഇഫ് ഇറ്റ് ഇസ് ബാലൻസ്ഡ് വി ക്യാൻ പ്രൊസീഡ് ഫർദർ. അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് രണ്ട് വാല്യൂസ് നമുക്ക് ഇതുപോലെ ഇപ്പോൾ തരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വാല്യൂസ് നമുക്ക് തരും. വി ആർ സപ്പോസ് ടു കമ്പയർ ഇറ്റ് ആൻഡ് ദെൻ see whether they are equal. If it is equal, it is said to be a balanced transportation problem. If it is not equal, that is supply is not equal to demand, അതായത് നമ്മൾ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കോളം നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ സമ്മേഷൻ നമുക്ക് കിട്ടുമ്പോൾ എന്താണ് if it is not equal, it is said to be an unbalanced problem. അപ്പോൾ ബാലൻസ്ഡ് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, മുന്നോട്ടേക്ക് പോവാം, പക്ഷേ we can proceed. But if it is an unbalanced problem, അതായത് ഇതുപോലെ സപ്ലൈ if it is not equal to demand അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളൊരു ഡമ്മി കോളം അല്ലെങ്കിൽ ഡമ്മി റോ ആഡ് ചെയ്താൽ മാത്രമേ അത് ബാലൻസ്ഡ് ആക്കാൻ പറ്റുള്ളൂ. ഓൺലി ദെൻ വി ക്യാൻ ഗോ അഹെഡ് വിത്ത് ദ ഫർദർ സ്റ്റെപ്സ്. സോ ദിസ് ഹാസ് ടു ബി ഫസ്റ്റ് നോട്ടീസ്. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് ഇപ്പം ക്വസ്റ്റനിൽ മെയിനായിട്ട് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ തരും, ഓരോന്നിൻ്റെ സോഴ്സ് നമുക്ക് തരും, ദെൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ദെൻ ഡിമാൻഡ് വാല്യൂസ് വിൽ ബി ഗിവൺ. സോ ഫസ്റ്റ് വി ഹാവ് ടു കമ്പയർ ദി സപ്ലൈ വാല്യൂസ് വിത്ത് ദി ഡിമാൻഡ് വാല്യൂസ് ആൻഡ് ചെക്ക് വെദർ ദി ആർ ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. സോ ഫസ്റ്റ് വി ലുക്ക് ഇൻ ടു ഈച്ച് മെത്തേഡ് ഇൻ ഡീറ്റെയിൽ. ആദ്യം നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് നോക്കാം. ദാറ്റ് ഈസ് NWCM മെത്തേഡ് നോക്കാം. ഇവിടെ ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് നമുക്ക് എന്താണ് ഓരോ ഡെസ്റ്റിനേഷൻ തന്നിട്ടുണ്ട്. ABCD ഡെസ്റ്റിനേഷൻ തന്നിട്ടുണ്ട്. ദെൻ ഓരോന്നിൻ്റെ സോഴ്സ് തന്നിട്ടുണ്ട്. അത് കൂടാതെ ദ ഡിമാൻഡ് ഹാസ് ബീൻ ഓൾസോ ഗിവൺ ആൻഡ് ദ സപ്ലൈ വാല്യൂസ് ആർ ഓൾസോ ഗിവൺ. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് whether the supply and demand values are equal. Supply is equal to demand ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടതാണ്. സോ ഇവിടെ എന്താണ് സപ്ലൈ is given 300, 400 and 500. That adds up to 1200. Then we have 250, 350, 400 and 200. That also adds up to 1200. So ഇവിടെ it is said to be a balanced problem. Balanced transportation problem ആണ് നമുക്ക് പറയാം. Right. ഇനി നമുക്കാണ് നമ്മളിനി ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്.
ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഹൗ ഇറ്റ് സെറ്റ് ആ പേരിലുള്ള പോലെ നോർത്ത് വെസ്റ്റ് കോളം നമ്മൾ നോർത്ത് വെസ്റ്റ് സെൽ നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കോളം നമ്മൾ കണ്ടുപിടിക്കണം. ഹിയർ ഇൻ ദിസ് സിറ്റുവേഷൻ ഏറ്റവും നോർത്ത് വെസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇറ്റ് എ ആണ്. എന് താഴെയുള്ളത് ആ സെല്ലാണ് നമ്മുടെ നോർത്ത് വെസ്റ്റ് കോളം. ആൻഡ് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ 3, 1 and 7 ഒക്കെ തന്നിട്ടുണ്ടല്ലോ, ആ ഓരോ എലിമെന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പെർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെല്ലിലായിട്ട് നമ്മൾ അലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. അത് ഡിമാൻഡും സപ്ലൈയും രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു അലൊക്കേറ്റ് ഇറ്റ്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഐഡന്റിഫൈ ദി മോസ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. സോ ഹിയർ ഇറ്റ് ഇസ്, ഇവിടെയാണ് നോർത്ത് വെസ്റ്റ് കോർണർ ഉള്ളത് 3. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു അലൊക്കേറ്റ്. സോ ഫസ്റ്റ് വി ഹാവ് ടു സീ ഡിമാൻഡ് എത്രയാണ് 250, സപ്ലൈ ഇസ് 300. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഐഡന്റിഫൈ ദി ഏറ്റവും മിനിമം ആയിട്ടുള്ളത് ഏതാണെന്ന് ഒന്ന് നോക്കുക. റൈറ്റ്. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്താണ് 250 ആണ്. 250 ഈസ് ദി മിനിമം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, വി ഹാവ് ടു റൈറ്റ് 250 നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ 250 നമ്മൾ സ്ട്രൈക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് സപ്ലൈ ആ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിക്ക് വേണ്ടിയിട്ട് വി ഹാവ് 300. അതിൽ നിന്ന് നമ്മൾ 250 അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാക്കി എത്രയാണ്, വിൽ സ്ട്രൈക്ക് ദിസ് ആൻഡ് വി വിൽ റൈറ്റ് 50. ഇവിടെ ഫുൾ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് വി വിൽ റൈറ്റ് 0. സോ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അതായത് 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ എൻറ്റയർ കോളം ഹാസ് ടു ബി സ്ട്രൈക്ഡ്. അതെന്ത് ചെയ്യുക, സ്ട്രൈക്ക് ചെയ്ത് കളയാം. ഇനി അടുത്ത നോർത്ത് വെസ്റ്റ് കോളം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ എ എന്നുള്ള എൻറ്റയർ കോളം ഹാസ് ബീൻ ഡിലീറ്റഡ്. റൈറ്റ്. നെക്സ്റ്റ് നോർത്ത് വെസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ എന്താണ്, ബി ആണ് നമ്മുടെ നെക്സ്റ്റ് നോർത്ത് വെസ്റ്റ് കോളം. അവിടെയാണ് നമ്മളിനി അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെയും നോക്കണം. അവിടെ നോക്കുന്ന സമയത്ത് എന്താണ്, ഹിയർ ഇവിടെ ഏറ്റവും മിനിമം ഏതാണ്, എന്നിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കും. 50 is the least അല്ലേ, 50 is the minimum. ആൻഡ് ഇവിടെ എന്ത് ചെയ്യുക, സപ്ലൈ ഇസ് ലെസ്. അപ്പോൾ ഇവിടെ വി ഹാവ് ടു അലോക്കേറ്റ് 50 എന്നുള്ള കോളത്തിനുള്ള എഴുതുക. സോ ഈ സപ്ലൈ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 50 ഹാസ് ബീൻ മെറ്റ്. സോ യു ഹാവ് ടു റൈറ്റ് 0 ഇൻസ്റ്റെഡ് ഓഫ് 50. യു ഹാവ് ടു സ്ട്രൈക്ക് ഇറ്റ്. ദെൻ ഇവിടെ എന്താണ്, അത്രയും ഡിമാൻഡ് മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് 350 ഇവിടെ എന്ത് ചെയ്യുക, 300 എന്ന് പറഞ്ഞിട്ട് എഴുതുക. സോ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 0 വന്നതുകൊണ്ട് ഈ എൻറ്റയർ റോ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ദി എൻറ്റയർ റോ വിൽ ബി സ്ട്രൈക്ഡ്. 0 വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എൻറ്റയർ റോ ഹാസ് ടു ബി സ്ട്രൈക്ഡ്. നെക്സ്റ്റ് നോർത്ത് വെസ്റ്റ് കോളം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നോർത്ത് വെസ്റ്റ് കോർണർ ഒരു സെൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഹിയർ ഇറ്റ് ഇസ് 6. അടുത്തത് 6 ആണ് നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ. ഇനി നോക്കുക, ഇനി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഡിമാൻഡ് 300 ആൻഡ് വി ഹാവ് സപ്ലൈ വി ഹാവ് 400. ഇതിലെ ഏറ്റവും ലീസ്റ്റ് ഏതാണ്, ലീസ്റ്റ് എന്ന് പറയുന്നത് 300 ആണ് ലീസ്റ്റ് അല്ലേ. സോ വി ഹാവ് ടു സ്ട്രൈക്ക് 300 ആൻഡ് വി വിൽ അലോക്കേറ്റ് 300 ഹിയർ. ആൻഡ് അതിൽ നിന്ന് സപ്ലൈന്ന് 300 പോയി. സോ ബാക്കി എത്രയാണ്, വി ഹാവ് 100. റൈറ്റ്. സോ 300 ഇവിടെ അലോക്കേറ്റ് ചെയ്തോണ്ടിരിക്കും. 0 ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, വി ആർ സപ്പോസ് ടു ഡിലീറ്റ് ദാറ്റ് എൻറ്റയർ കോളം. സിമിലർലി അഗെയിൻ നമുക്കിനി എന്താണ് 5, 9 and 3, 2 ഇതുപോലെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിലെയും ഏറ്റവും നോർത്ത് വെസ്റ്റ് കോളം നമ്മൾ മനസ്സിലാക്കണം. നോർത്ത് വെസ്റ്റ് കോളം ഏതാണ്, ഹിയർ 5. ഇവിടെ ആയിരിക്കും നമ്മൾ ഇനി അലോക്കേറ്റ് ചെയ്യാൻ പോവുക. 5ന്റെ അവിടെ എന്താണ്, വി ഹാവ് ടു കമ്പയർ സപ്ലൈ വിത്ത് ദി ഡിമാൻഡ്. അതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണ്, ദാറ്റ് ഇസ് 100. സോ 100 വിൽ ബി അലോക്കേറ്റഡ് ഹിയർ in column in this particular cell. So 100 നമ്മൾ allocate ചെയ്തിട്ട് we are going to write 0. ഇവിടെ 400 നിന്ന് 100 has been met. So ബാക്കിയുള്ളത് എത്താണ്, it is 300. അത് സ്ട്രൈക്ക് ചെയ്ത് 300 ആയിട്ട് എഴുതാം. സോ നേരത്തെ പറഞ്ഞ പോലെ 0 വരുന്ന സമയത്ത് ആ എൻറ്റയർ റോ വിൽ ബി ക്യാൻസൽ. സോ 5 and 9 എൻറ്റയർ റോ നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ ഏതാണ്, നെക്സ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് 3. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് നോക്കിയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പോവുക.
So here ഇവിടെ least value നോക്കുക 500 and 300 ആണ് തന്നിട്ടുള്ളത്. 300 is said to be the least value. We will write 300 inside this particular cell. We will strike it off and we'll write 0. 500 ൽ നിന്ന് 300 allocate ചെയ്തു. അപ്പോൾ ബാക്കി എത്രയാണുള്ളത്? 200 ആണ് ബാക്കിയുള്ളത്. So ഇവിടെ 0 ആകുമ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെല്ലും will be cancelled. So remaining what we have 200 and 200, അതായത് supply and demand both will be equal. അതായത് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡും ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പം എന്താണ് ഇവിടെ നമ്മൾ ഈ ബാക്കി അലൊക്കേറ്റ് ചെയ്യുമ്പോഴാണ് 200 നമുക്ക് ഫുള്ളി അലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ദിസ് വിൽ ബി സ്ട്രൈറ്റ്, അത് 0 ആവും. സപ്ലൈയും 200 കംപ്ലീറ്റ്ലി നമ്മൾ അലൊക്കേറ്റ് ചെയ്തു, എന്തായി മാറും? അതും 0 ആയി മാറും. റൈറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് നമ്മൾ ചെയ്യുക. സോ ലാസ്റ്റ് എത്തുന്ന സമയത്ത് എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിമാൻഡ് വിൽ ബി ഈക്വൽ ടു സപ്ലൈ. ദാറ്റ് ഇസ് ദ സിറ്റുവേഷൻ that we will end up with. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓരോ അലൊക്കേഷൻ എല്ലാം നമ്മൾ കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് we have to calculate the total transportation cost. Total transportation കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെല്ലിൽ അലൊക്കേറ്റ് ചെയ്തല്ലോ, ആ ഓരോ സെല്ലിൽ അലൊക്കേറ്റ് ചെയ്ത വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ദെൻ വി ആർ ആഡിങ് ദി സെയിം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടുക. സോ ഇവിടെയാണെങ്കിൽ നോക്കുക, ഇറ്റ് ഇസ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഈ കോളത്തിന് അടിയിലാണെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് 250 into 3 പ്ലസ് നെക്സ്റ്റ് വൺ ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 50 into 1 പ്ലസ് നെക്സ്റ്റ് എന്താണ് അലൊക്കേറ്റ് ചെയ്തിട്ട് ഇൻ ദി ബിക്ക് താഴെയുള്ള കോളത്തിലാണ്. സോ വി ഹാവ് 300 into 6 പ്ലസ് നെക്സ്റ്റ് ഇസ് 5, ദാറ്റ് ഇസ് 100 into 5 പ്ലസ് നെക്സ്റ്റ് പറയുമ്പോൾ എന്താണ് സിക്ക് താഴെയുള്ള ദാറ്റ് ഇസ് 300 into 3 പ്ലസ് നെക്സ്റ്റ് വി ഹാവ് ഇറ്റ് ഇസ് 200 into 2. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ സോൾവ് ചെയ്യുമ്പോൾ we will get rupees 4,400. That is our total transportation cost. So north west corner method യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സിമിലർലി ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ഇവിടെയും നമുക്ക് എന്താണ് CM മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിതുപോലെ എന്ത് ചെയ്തു? വെയർ ഹൗസ് തന്നിട്ടുണ്ട്, എന്തായാലും ഓരോ വെയർ ഹൗസ് W1, W2, W3 തന്നിട്ടുണ്ട്. ഓരോ സോഴ്സിന് എവിടെ നിന്നാണ് ആ കൊമോഡിറ്റി വരുന്നതെന്ന് തന്നിട്ടുണ്ട്. എത്ര സപ്ലൈ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, എത്ര ഡിമാൻഡ് ആ പെർട്ടിക്കുലർ കൊമോഡിറ്റിക്ക് ഉണ്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ്, വി ഹാവ് ടു ലുക്ക് വെദർ ദി സപ്ലൈ ഇസ് ഈക്വൽ ടു ഡിമാൻഡ്. അതായത് എന്നാൽ മാത്രമേ ഇറ്റ് ഇസ് ബാലൻസ്ഡ്. സോ ഇവിടെ നോക്കുക, when we compare it is equal, supply is equal to demand, so it is said to be a balanced problem, so we can proceed. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ പോലെ ആ മെത്തേഡിന്റെ പേരിലുള്ള പോലെ we have to find the north west column method. north west corner we have to find. ഈ ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ നോർത്ത് വെസ്റ്റ് കോർണർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് 7 is the northwest corner. In that particular cell we are going to allocate the demand and supply. So we have to compare the demand and supply. അതിലെ ഏറ്റവും least value എന്താണ്? It is 20. മാക്സിമം നമുക്ക് എത്ര വരെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും? 20 വരെ മാത്രമേ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ 20 എഴുതുക, സ്ട്രൈക്ക് ഓഫ് 20 by 0, ഇത് അത്രയും നമ്മൾ അലോക്കേറ്റ് ചെയ്തു. സോ ഡിമാൻഡിൽ എന്താണ്? 20 has been met. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 1. Then so നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? we are going to strike അല്ലെങ്കിൽ cancel that entire row. അപ്പോൾ ഈ row will be cancelled. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ മെട്രിക്സിലെ അടുത്ത നോർത്ത് വെസ്റ്റ് സെൽ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണർ മനസ്സിലാക്കുക. ദാറ്റ് ഇസ് 5 is our next നോർത്ത് വെസ്റ്റ് കോർണർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? സപ്ലൈയും ഡിമാൻഡ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. സോ ഇവിടെ എന്ത് ചെയ്യും? ദാറ്റ് ഇസ് ഡിമാൻഡ് ഇസ് ദ ലീസ്റ്റ്. സോ ആ ഡിമാൻഡ് സ്ട്രൈക്ക് ചെയ്യുക, എന്നിട്ട് 1 അവിടെ എഴുതുക. ആ 28ൽ നിന്ന് 1 ഹാസ് ബീൻ അലോക്കേറ്റഡ്. സോ റിമൈനിങ് വി ഹാവ് 27. ദെൻ ഇവിടെ
0 ആയി. സോ നമ്മൾ എന്താ പറഞ്ഞത്, 0 ആ കറസ്പോണ്ടിങ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ that entire column will be cancelled. Just like how we cancel the P1 എന്നുള്ള entire row നമ്മൾ cancel ചെയ്ത പോലെ ഇവിടെ W1 എന്നുള്ള entire column നമ്മൾ എന്ത് ചെയ്യും, it will be cancelled. Next you have to identify the next northwest cell, and that is 7 ആണ്. And we have to compare the demand and supply. നോക്കുക, we have 27 as the supply and 25 as the demand. ഇവിടെ least value എന്ന് പറയുമ്പോൾ എന്താണ് 25. So ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ allocate 25. We'll strike 25 because അത്ര allocate ചെയ്തു, it will be 0. Then 27 നിന്ന് 25 allocate ചെയ്തു, so remaining we have 2. So ഇവിടെ 0 ആയതുകൊണ്ട് ഈ W2 എന്ന് പറയുന്ന entire column will be cancelled. Next we have 3 and 8. ഇതിൽ നിന്ന് ഏറ്റവും നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, it is 3. So 3 നമ്മൾ ഇനി allocate ചെയ്യാൻ പോവാണ്. 3 allocate ചെയ്യാൻ പോവാണ് എങ്ങനെയാണ്, that is we have to compare demand and supply. We have supply 2 being the least. അപ്പോൾ ഇവിടെ ഈ സെല്ലിൽ 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. Then next ഇവിടെ 2 has been allocated, so it will be 0. Here 19 2 we have deducted, right? Then we have to write 17. Then അത് കഴിഞ്ഞിട്ട് എന്താണ്, next we have to identify the next northwest cell, that is ഇവിടെ 0 ആയതുകൊണ്ട് 3 നമ്മൾ cancel ചെയ്യുക, entire row will be cancelled. Then we have to identify എന്താണ് ഈ ഒരു particular column. ഇവിടെയാണ് നമ്മൾ നോർത്ത് വെസ്റ്റ് കോളം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് എത്തുമ്പോൾ the demand will be equal to supply, it will be 17. So ഇവിടെ എന്ത് ചെയ്യുക, full strike ചെയ്യുക, 17 എന്ന് പറഞ്ഞിട്ട് എഴുതുക, it will be 0 and 0. ഇനി ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടൽ കോസ്റ്റ് എഴുതിയിട്ട് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് is equal to ഓരോ സെല്ലിൻ്റെ that is 20 into 7 plus 1 into 5 plus 25 into 7 plus 2 into 3 plus 17 into 8. ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ we will get the total transportation cost as 462. ഇതാണ് നമ്മുടെ initial feasible solution. That's how you find for northwest corner method.